ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാവയ്ക്ക അഥവാ കയ്പ്പക്കായ. അപ്പോൾ നമ്മൾ ഇന്ന് ഈസി ആയിട്ട് കയ്പ്പക്കായ ഉപയോഗിച്ചിട്ട് തോരനാണ് റെഡിയാക്കാൻ പോകുന്നത്. ഒരു പാവയ്ക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു പച്ചമുളക്, ചെറിയൊരു പീസ് സവാള, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ കഴുകി കട്ട് ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി ഞാനിവിടെ കഴുകി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് നാളികേരം, ഒരു പിടി നാളികേരം, അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാവയ്ക്ക, ഒരു പച്ചമുളക്, ഒരു ചെറിയ സവാള, കുറച്ച് കറിവേപ്പില, ഒരു പിടി നാളികേരം, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് വയ്ക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കയ്പ്പക്കായും സവാളയും പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം, ഒരു ചെറിയ കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇതിലോട്ടൊരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നീട് അത് ആവിയിലിരുന്ന് വെന്തോളും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പാവയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരാനാണ്. ഞാൻ ഹൈ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് നമുക്കത് മാറ്റി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടത് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നല്ലപോലെ വെള്ളം വറ്റി വരുമ്പോൾ പാവയ്ക്കൊക്കെ വെന്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ മൂടിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് പാവയ്ക്ക തോരൻ. വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും അയേണും പൊട്ടാസ്യം, സിങ്ക് എന്നിവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. സ്കിന്നിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. ഷുഗർ കുറയ്ക്കാനും പാവയ്ക്ക നമ്മളെ സഹായിക്കുന്നതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും വെയിറ്റ് ലോസിനും ഒക്കെ പാവയ്ക്ക ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഗർഭിണികളായ സ്ത്രീകൾ, പ്രസവ ഡേറ്റ് അടുത്തിരിക്കുന്നവരൊക്കെ പാവയ്ക്ക ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കലോറി വളരെ കുറവായിട്ടുള്ള ഒന്നാണ് പാവയ്ക്ക. ഈസി ആയിട്ടും വളരെ ടേസ്റ്റ് ആയിട്ടും തയ്യാറാക്കിയ നമ്മുടെ പാവയ്ക്ക തോരൻ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ. ചില ആൾക്കാർ ഇതിൽ പുളിവെള്ളം ചേർക്കും, വാളംപുളി കുറച്ച് പിഴിഞ്ഞ് ചേർക്കും. ഞാൻ ചേർത്തിട്ടില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.